ഇനി നിങ്ങൾ നോക്കിയേ. യെസ്, അപ്പോൾ നമ്മളെന്താ പറഞ്ഞത്? ഈക്വൽ ടു എന്തെന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതി ഈക്വൽ ടു എക്സ് ടാൻ തീറ്റ മൈനസ് ഹാഫ് ഇൻറ്റു ജി എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ യു സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ എന്ന് പറയും. ഓക്കെ, മുകളിലും താഴെയായിട്ട് നമ്മൾ സൈൻ തീറ്റ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ സൈൻ തീറ്റ. അപ്പോൾ ഇതിനെ റീഅറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ എക്സ് ടാൻ തീറ്റ മൈനസ് ഹാഫ് ഇൻറ്റു ജി എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ യു സ്ക്വയർ അവിടെ നിൽക്കട്ടെ ഇൻറ്റു സൈൻ തീറ്റ ഇവിടെ എഴുതി. അപ്പോൾ സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ താഴെ കോസ് സ്ക്വയർ തീറ്റയിൽ ഒരു കോസ് തീറ്റ വന്നു ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ സൈൻ തീറ്റ കോസ് തീറ്റ. ഇത്രയും വന്നല്ലോ. ഇനി ഇതിനൊന്നുകൂടി റീഅറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ എക്സ് ടാൻ തീറ്റ മൈനസ് ഹാഫ് ഇൻറ്റു ജി എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ യു സ്ക്വയർ സൈൻ തീറ്റ കോസ് തീറ്റ ഇൻറ്റു എന്തെന്ന് പറഞ്ഞിട്ട് വരും ടാൻ തീറ്റ. ഒന്നുകൂടി റീഅറേഞ്ച് ചെയ്ത് എഴുതുകയാണെങ്കിൽ എക്സ് ടാൻ തീറ്റ മൈനസ് ജി എക്സ് സ്ക്വയർ മുകളിൽ കിടക്കുന്നു, താഴെ എന്ത് വരുന്നു യു സ്ക്വയർ 2 സൈൻ തീറ്റ കോസ് തീറ്റ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ടേം എന്തായിട്ട് വരും സൈൻ 2 തീറ്റ. അപ്പോൾ യു സ്ക്വയർ സൈൻ 2 തീറ്റ ഇൻറ്റു ടാൻ തീറ്റ. ഈ യു സ്ക്വയർ സൈൻ 2 തീറ്റ ഇൻറ്റു ജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഞ്ച് ആണെന്നുള്ളത് നമ്മൾ പഠിച്ചില്ലേ. അതായത് റേഞ്ച് ആർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ സൈൻ 2 തീറ്റ ഡിവൈഡഡ് ബൈ ജി അല്ലേ. അങ്ങനെയെങ്കിൽ ജി ഡിവൈഡഡ് ബൈ യു സ്ക്വയർ സൈൻ 2 തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/r അല്ലേ. അപ്പോൾ അതിനെ നമുക്ക് 1/r എന്ന് എഴുതാം. അപ്പോൾ എക്സ് ടാൻ തീറ്റ മൈനസ് 1/r ഇൻറ്റു എക്സ് സ്ക്വയർ ടാൻ തീറ്റ. രണ്ടിലും കോമൺ ആയിട്ട് എക്സ് ഉണ്ട്, ടാൻ തീറ്റ ഉണ്ട്. അപ്പോൾ എക്സ് ടാൻ തീറ്റേനെ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ളത് എന്താ 1 മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ എന്നാണ്. അപ്പോൾ രണ്ട് ഇക്വേഷൻ നമ്മൾ കണ്ടു. എക്സ് ടാൻ തീറ്റ മൈനസ് ജി ഇൻറ്റു എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 2u സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ y ഈക്വൽ ടു. ഇനി രണ്ടാമത്തെ ഇക്വേഷൻ എന്താ പറഞ്ഞത്? എക്സ് ടാൻ തീറ്റ മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു ടാൻ തീറ്റ ഡിവൈഡഡ് ബൈ r. രണ്ടിൽ നിങ്ങൾ നോക്കിയേ, എക്സ് വൈ തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുമ്പോൾ എക്സും എക്സ് സ്ക്വയറിൻ്റെ ടേംസും വരുന്നുണ്ട്. ഈ ഒരു ഫോം എന്ന് പറയുന്നത് എന്തിൻ്റെ ഫോമാണ്? പരാബോളിക് ഇക്വേഷൻ്റെ ഫോമാണ്. അപ്പോൾ അതിനാൽ തന്നെ ആ പറഞ്ഞിട്ടുള്ള പാത്തിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ഇൻ ദ ഷേപ്പ് ഓഫ് ആൻ ഇൻവെർട്ടഡ് പരാബോള. ഓക്കെ, ഇൻവെർട്ടഡ് പരാബോള. അങ്ങനെയാണ് അതിൻ്റെ ഷേപ്പ് പരാബോളിക് ആണെന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത്, തിരിച്ചറിയുന്നത്. ഓക്കെ, യെസ്. ഇനി ഇതേ കണ്ടീഷൻ തന്നെ നമ്മളൊരു മുകളിൽ നിന്ന് എറിയാമെന്ന് വിചാരിക്കുക. എങ്ങനെ? ഒരു ഒബ്ജക്റ്റിനെ വി എന്ന് പറയുന്ന വെലോസിറ്റിയിൽ പ്രൊജക്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ഒബ്ജക്റ്റ് എങ്ങനെയാണ് പോവുക? ഫോർവേഡ് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യും. അതോടൊപ്പം തന്നെ എന്ത് ചെയ്യും? ഗ്രാവിറ്റി അതിനെ താഴത്തേക്ക് പിടിച്ച് വലിക്കും. അപ്പോൾ അതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ദ ഹാഫ് പരാബോള. നേരത്തെ നമ്മൾ കണ്ടിട്ടുള്ള പരാബോളയുടെ ഒരു പകുതി, ഹാഫ് പരാബോള ആയിരിക്കും. ഈ ടൈപ്പ് ഓഫ് മോഷനെ നമ്മൾ വിളിക്കുന്നതാണ് ഹൊറിസോണ്ടൽ പ്രൊജക്ടൈൽ മോഷൻ. നമ്മൾ അറിയുന്ന വെലോസിറ്റി യു ആണ്. ഈ യു എന്ന് പറയുന്ന വെലോസിറ്റി എന്താണ്? ത്രൂ ഔട്ട് ഡിസ്റ്റൻസിനകത്ത് ഹൊറിസോണ്ടൽ ഡയറക്ഷനിലാണ് വരുന്നത്. ഹൊറിസോണ്ടൽ ഡയറക്ഷനിലുള്ള കോമ്പോണൻ്റ് ഒരിക്കലും ചേഞ്ച് ചെയ്യില്ല. അപ്പോൾ യു ഓൾവേസ് റിമെയിൻസ് കോൺസ്റ്റൻ്റ് ആയിരിക്കും അലോങ് എക്സ് ആക്സിസ്. അങ്ങനെയെങ്കിൽ ഇത് ഈ ഡിസ്റ്റൻസ്, എത്ര ഡിസ്റ്റൻസ്, ഇതിൻ്റെ റേഞ്ച് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റേഞ്ച് വിൽ ബി ഈക്വൽ ടു യു ഇൻറ്റു ടി. ഇനി ഇത് വെർട്ടിക്കൽ ഡിസ്റ്റൻസ് താഴേക്ക് പതിക്കുന്നുണ്ടല്ലോ, എച്ച് എന്ന് പറയുന്ന ഹൈറ്റ് താഴേക്ക് പതിക്കുന്നുണ്ട്. നോക്കിയേ, ഇനീഷ്യലി ഇതിൻ്റെ വെർട്ടിക്കൽ കോമ്പോണൻറ്റിൻ്റെ വാല്യൂ എത്രയായിരുന്നു? 0 ആയിരുന്നു. പക്ഷേ താഴേക്ക് ആക്സലറേഷൻ ഉണ്ട്. ഉള്ളതുകൊണ്ട് വെർട്ടിക്കൽ ഡയറക്ഷനിലുള്ള സ്പീഡ് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്ത് വരും. അപ്പോൾ ദെയർ വിൽ ബി വെർട്ടിക്കൽ കോമ്പോണൻറ്റ് ആഫ്റ്റർ എ ടൈം ടി. ആ വെർട്ടിക്കൽ കോമ്പോണൻറ്റിൻ്റെ വാല്യൂ വിൽ ബി ഈക്വൽ ടു യു പ്ലസ് ജി ടി. കാരണം ഇൻക്രീസ് ചെയ്യല്ലേ ചെയ്യണേ.
ഇനീഷ്യൽ വെലോസിറ്റി എത്ര 0 ആണ്. അപ്പോൾ വെലോസിറ്റി അലോങ് ദ വൈ കോമ്പോണൻറ്റ് വിൽ ബി ഈക്വൽ ടു GT. ഈ എക്സ് കോമ്പോണൻ്റ് എന്ന് പറയുന്നത് യു ആണ്, വിച്ച് റിമെയിൻസ് കോൺസ്റ്റൻ്റ് ആണ്. അങ്ങനെയെങ്കിൽ അറ്റ് എ പോയിൻ്റ് ടൈം ടിക്ക് ശേഷം അതിൻ്റെ വെലോസിറ്റി റിസൾട്ടൻ്റ് വെലോസിറ്റി എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് മ്യൂച്വലി പെർപെൻഡിക്കുലർ ഡയറക്ഷനിലുള്ള വി എക്സും വി വൈൻ്റെയും റിസൾട്ടൻ്റ് എടുക്കണം. വിച്ച് വിൽ ബി ഈക്വൽ ടു വി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് വി എക്സ് സ്ക്വയർ പ്ലസ് വി വൈ സ്ക്വയർ, വിച്ച് വിൽ ബി ഈക്വൽ ടു റൂട്ട് ഓഫ് യു സ്ക്വയർ പ്ലസ് GT ഹോൾ സ്ക്വയർ. ഇനി വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെൻറ്റ് എത്ര ആയിരിക്കും വരിക? വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെൻറ്റ് y ഈസ് ഈക്വൽ ടു ut മൈനസ് ut പ്ലസ് ഹാഫ് GT സ്ക്വയർ. അപ്പോൾ അങ്ങനെയെങ്കിൽ y വിൽ ബി ഈക്വൽ ടു ഇനീഷ്യൽ വെലോസിറ്റി 0 അല്ലേ, അപ്പോൾ ഈക്വൽ ടു ഹാഫ് ഇൻറ്റു g ഇൻറ്റു ടി സ്ക്വയർ. സോ ഇതായിരിക്കും ഏതിൻ്റെ കേസിലുള്ളത്, ഏതിൻ്റെ കേസിനകത്തുള്ളത്? ഹൊറിസോണ്ടൽ പരാബോളയുടെ കേസിൽ വരും. ഇനി നോക്കിയാൽ ഇതിന് എത്ര സമയം കൊണ്ട് ഇത് താഴത്തേക്ക് എത്തുന്നു? ഇതിനകത്ത് നോക്കിയാൽ ഒന്ന് റീഅറേഞ്ച്മെൻറ്റ് നടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടി സ്ക്വയർ വിൽ ബി ഈക്വൽ ടു 2y ഡിവൈഡഡ് ബൈ g. അപ്പോൾ എത്ര ഡിസ്റ്റൻസ് താഴേക്ക് വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ h ഹൈറ്റ് താഴത്തേക്ക് വന്നു. അപ്പോൾ ടി സ്ക്വയർ ഇസ് ഈക്വൽ ടു 2h ഡിവൈഡഡ് ബൈ g, അഥവാ ടി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2h ഡിവൈഡഡ് ബൈ g. അപ്പോൾ ഇവിടുത്തെ ടൈം ഓഫ് ഫ്ലൈറ്റിൻ്റെ വാല്യൂ എത്രയായിരിക്കും വരിക? റൂട്ട് ഓഫ് 2h ഡിവൈഡഡ് ബൈ